എത്രമാത്രമാണ് ഒരു മനുഷ്യന്റെ മരണം അവനിലേക്ക് അടുത്തിരിക്കുന്നതെന്നറിയുമോ? പറഞ്ഞു തരട്ടെ, കേട്ടോളിൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറുണ്ടല്ലോ, ആ വാറ് എത്രമാത്രമാണോ ഒരു മനുഷ്യന്റെ കാലിനോട് ചേർന്ന് കിടക്കുന്നത്, അതിനേക്കാൾ അടുത്തതാണ് നിന്റെ മരണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. എത്രമാത്രം അടുത്തതാണ് നമ്മുടെ മരണം. ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറ് എത്രമാത്രമാണ് ഒരു മനുഷ്യന്റെ കാലിനോട് ചേർന്ന് കിടക്കുന്നത്, അതിനേക്കാൾ അടുത്തതാണ് നിന്റെ മരണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, അത് മരണം അതിവിദൂരമല്ല നമ്മുടേതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഹങ്കാരം, പക, വിദ്വേഷം ഇതെല്ലാം നമ്മള് മാറ്റിക്കളയണം പ്രിയപ്പെട്ടവരെ. എന്തിനാണ് നാം അഹങ്കരിക്കുന്നത്? ഇന്നു കിടന്നാൽ നാളെ കണ്ണു തുറക്കുമെന്ന് ഉറപ്പില്ലാത്ത ഈ ലോകത്ത് എന്തിനാണ് സഹോദരങ്ങളെ നാം അഹങ്കരിച്ചും അതുപോലെ തന്നെ പ്രൗഢി കാണിച്ചും പകയും വിദ്വേഷവുമായിട്ട് നാം നടക്കുന്നത്? ഇതെല്ലാം മാറ്റിക്കൂടെ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുവിന്റെ മഹത്വം നാം മനസ്സിലാക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ ഗ്രേറ്റ്നെസ് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കുക. കാരണം നമുക്ക് അള്ളാഹുവിലേക്ക് അടുത്താൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ആഖിറ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മരണം സുന്ദരമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ ഗ്രേറ്റ്നെസ്, അള്ളാഹുവിന്റെ മഹത്വം നാം മനസ്സിലാക്കുക. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഇന്ന് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടല്ലേ? എന്നാൽ ഈ ഇബാദത്തുകളിലെല്ലാം നമ്മൾ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണോ നാം ഇബാദത്ത് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചുമ്മാ അങ്ങ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് കൈകെട്ടി അങ്ങ് നമസ്കരിക്കുന്നു. എന്നാൽ ഈ നമസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ കടക്കുമ്പോഴും അതുപോലെ തന്നെ